നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ മിഥുനം രാശിക്കാരുടെ ഈ ആഴ്ചയിലെ പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. ഇത് പൊതുവായ ജ്യോതിഷ വ്യാഖ്യാനമാണ്. വ്യക്തിഗത ജാതകത്തെ ആശ്രയിച്ച് ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടായേക്കാം. ഈ ആഴ്ച മിഥുനം രാശിക്കാർക്ക് ആശയവിനിമയവും ചിന്താശേഷിയും പ്രധാന ശക്തികളായിരിക്കും. ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വൈകിയാലും ശരിയായ സമീപനം സ്വീകരിച്ചാൽ അനുകൂലമായ മാറ്റങ്ങൾ കാണാൻ മിഥുനം രാശിക്കാർക്ക് സാധ്യതകളുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ചുമതലകൾ ലഭിച്ചേക്കാം. നിങ്ങളുടെ സംസാരശൈലിയും വേഗത്തിലുള്ള തീരുമാനശേഷിയും മേലധികാരികളുടെ ശ്രദ്ധ നേടാൻ ഈ വാരം നിങ്ങളെ സഹായിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് ഈ വാരം ഗുണകരമാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ബന്ധങ്ങൾ വഴി ഈ വാരം പുതിയ അവസരങ്ങൾ ലഭിക്കാം. കരാറുകളിലും പങ്കാളിത്തങ്ങളിലും വ്യക്തത ഉറപ്പാക്കുന്നത് ഈ വാരം മിഥുനം രാശിക്കാർക്ക് വളരെ നല്ലതാണ്. പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിന് മുമ്പ് വിശദമായി ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ. വരുമാനത്തിൽ ചെറിയ പുരോഗതി കാണാൻ ഈ വാരം സാധ്യതയുണ്ട്. എന്നാൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പഴയ കുടിശ്ശികകൾ തീർക്കാനുള്ള അവസരവും ഈ വാരം നിങ്ങൾക്ക് ലഭിക്കാം. നിക്ഷേപ കാര്യങ്ങളിൽ അതിവേഗ തീരുമാനങ്ങൾ ഈ വാരം ഒഴിവാക്കേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ സംഭാഷണങ്ങൾ നടക്കാൻ ഈ വാരം നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും തുറന്ന മനസ്സോടെ സംസാരിച്ചാൽ അവയെല്ലാം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മുതിർന്നവരുടെ ഉപദേശം ഈ ആഴ്ച മിഥുനം രാശിക്കാർക്ക് വളരെ ഗുണകരമാകും. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കൽ വർദ്ധിക്കുന്ന ഒരു വാരമാണ്. പ്രണയബന്ധത്തിലുള്ളവർക്ക് ആശയവിനിമയം കൂടുതൽ പ്രധാനമാകും. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വ്യക്തമായി സംസാരിക്കുക. വിവാഹാലോചനകൾക്ക് ചില കുടുംബങ്ങളിൽ അനുകൂല പ്രതികരണങ്ങൾ ലഭിക്കുന്നതാണ്. ബന്ധങ്ങളിൽ ക്ഷമ പാലിക്കുന്നത് ഈ വാരം നിങ്ങൾക്ക് നല്ല ഫലം നൽകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു വാരമാണ്. പുതിയ വിഷയങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർ സ്ഥിരതയോടെ പഠിച്ചാൽ ഈ വാരം നല്ല പുരോഗതി കാണാം. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ ഈ വാരം നിങ്ങൾ ശ്രദ്ധയോടെ പിന്തുടരേണ്ടതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഈ വാരം മിഥുനം രാശിക്കാർക്ക് വിശ്രമം ആവശ്യമാണ്. ഉറക്കക്രമം പാലിക്കുകയും സമയത്ത് ഭക്ഷണം കഴിക്കുകയും ഈ വാരം മിഥുനം രാശിക്കാർ ചെയ്യുക. തലവേദനയോ ക്ഷീണമോ അനുഭവപ്പെടാൽ അവഗണിക്കാതെ ശ്രദ്ധിക്കുക. ചെറിയ വ്യായാമങ്ങളും ശ്വാസാഭ്യാസങ്ങളും ഈ വാരം ചെയ്യുന്നത് ഗുണകരമാകാം. ഈ ആഴ്ചയിൽ മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വാക്കുകളിൽ സൂക്ഷ്മത പാലിക്കുക, അതിവേഗ തീരുമാനങ്ങൾ ഒഴിവാക്കുക, സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തത ഉറപ്പാക്കുക, കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. ഈ ആഴ്ചയിലെ മിഥുനം രാശിക്കാരുടെ വഴിപാടുകൾ നോക്കാം. ബുധനാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് മിഥുനം രാശിയിൽപ്പെട്ടവർക്ക് ആത്മവിശ്വാസവും മാനസിക ശാന്തിയും നൽകുന്ന ആത്മീയ ശീലമായി കാണാം. ഈ ആഴ്ചയിൽ നിങ്ങളുടെ മന്ത്രം ഓം ബുധായ നമഃ. ഈ മന്ത്രം
108 പ്രാവശ്യം ഭക്തിപൂർവം ജപിക്കുന്നത് ഈ വാരം വളരെ ഗുണകരമാണ്. ഭാഗ്യനിറം പച്ച, ഭാഗ്യസംഖ്യ 5. ഈ ആഴ്ച ആശയവിനിമയവും ക്ഷമയും കൈവിടാതെ മിഥുനൻ രാശിക്കാർ മുന്നോട്ട് പോയാൽ നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിർവാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.